ആരംഭിക്കാം. സഹനാവതു സഹനൗ സഹവിജയം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ കക്ഷികളും ഉന്നതനായിട്ടുള്ള ദശമസ്കന്ധം 88-ാം അധ്യായം അല്ലേ? നമ്മളത് 10-11 വരെ എടുത്തോ? രണ്ടുപേരെ എടുത്തെന്ന് തോന്നുന്നു. 88-ാം അധ്യായം 2 ശ്ലോകം എടുത്തോളൂ. ഇനി മൂന്നാമത്തെ എടുക്കണം. അഞ്ചാമത്തെ നാലുപേരെ എടുത്തു. ഇനി അഞ്ചാമത്തെ എടുക്കണ്ടേ? 4 പേരെ എടുത്തു. അഞ്ചാമത്തെ പുരുഷപ്രകൃതേ പരാം ഉപദ്രഷ്ടാതം രാജന്മദ്ഗുണോ ഭവേത്. ഹരിർഹി വിഷ്ണുവാകട്ടെ നിർഗുണ, ഗുണാതീതനാണ്, 3 ഗുണങ്ങളും ബാധിക്കാത്തവനാണ്. സാക്ഷാത് പുരുഷ പ്രകൃതിപര, പ്രകൃതിയിൽ നിന്നും അപ്പുറത്തുള്ള സാക്ഷാത് പുരുഷനാണ്, പരമാത്മ ചൈതന്യ സ്വരൂപനാണ് വിഷ്ണു. ഭാഗവതം വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. ശിവപുരാണം പറയുമ്പോൾ ശിവനാണ് പരമാത്മാവ് എന്ന് പറയും. ദേവി ഭാഗവതം പറയുമ്പോൾ ദേവിയാണ് പരമാത്മാവ് എന്നും പറയും. അത് ഓരോ പുരാണങ്ങളുടെയും സ്വഭാവം കൊണ്ട് തന്നെയാണ്. അതിന് അർത്ഥവാദം എന്ന് നാരായണീയത്തിൽ പറയും. മേൽപ്പത്തൂർ സ്കന്ദപുരാണം പറയുമ്പോൾ സ്കന്ദനാണ് പരമാത്മ ചൈതന്യ സ്വരൂപൻ എന്നിങ്ങനെ അതാത് ഈശ്വരന്മാരെ അതാത് പരമാത്മാവായിട്ട് പറയുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഭാഗവതം ഈ സാക്ഷാത് കാണപ്പെടുന്ന ആ ത്രിമൂർത്തികൾക്കും അപ്പുറത്താണ് ഭാഗവതത്തിൽ താൻ വർണ്ണിക്കുന്ന മഹാവിഷ്ണു. മഹാവിഷ്ണു എന്ന് ഇവിടെ പേര് പറഞ്ഞ് സ്ഥിതി ചെയ്യുന്നെങ്കിലും താൻ ഇവിടെ ഉദ്ദേശിക്കുന്നതായ ആ വിഷ്ണു സാക്ഷാത് പരമാത്മ ചൈതന്യ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് പുരുഷ പ്രകൃതിപര സർവദൃഗ്, അവൻ എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്, സർവദൃക്കാണ്. ഉപദ്രഷ്ട, സമീപത്തിരുന്ന് കാണുന്നവരുമാണ്. ആ പരമാത്മ ചൈതന്യ സ്വരൂപനായ വിഷ്ണു എല്ലാവരുടെയും ഉള്ളിലിരുന്ന് സാക്ഷിയായി, എല്ലാവരുടെയും അനുഭവങ്ങൾക്ക് സാക്ഷിയായിരിക്കും. എല്ലാ ജീവാത്മാക്കളുടെയും കൂടെ ഇരുന്ന് ഇത് എല്ലാം കാണുകയും ചെയ്യും, പക്ഷെ അനുഭവിക്കില്ല. ഇതാണ് സാക്ഷാത് വിഷ്ണുവായ ഹരിയായ ചൈതന്യ സ്വരൂപന്റെ ലക്ഷണം. സർവദൃഗ് ഉപദ്രഷ്ട തം രാജൻ നിർഗുണോ ഭവേത്. ഹേ രാജാവേ, അവനെ ഭജിക്കുന്നവൻ നിർഗുണനായി. ചോദ്യം അതായിരുന്നു, ഏതെങ്കിലും ഗുണസ്വഭാവത്തോടു കൂടിയവനെ ഭജിച്ചാൽ ആ ഗുണത്തിന്റെ അടിമയായിട്ട് മാറും. വിഷ്ണുവിന് സത്വഗുണമാണ്.
സത്വഗുണം വാസ്തവത്തിൽ ഗുണാതീതമാണ്. 3 ഗുണങ്ങൾക്കും അപ്പുറത്താണ്. വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് മോക്ഷം മാത്രമാണ് ലഭിക്കുന്നത്, ഭൗതികമായ സമ്പത്തുകൾ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹരിർഹി നിർഗുണ സാക്ഷാത് പുരുഷ പ്രകൃതേ പര സർവദർഗ ഉപദ്രഷ്ട തം രാജൻ നിർഗുണോ ഭവേത്. ഹരിർഹി നിർഗുണ സാക്ഷാത് പുരുഷ പ്രകൃതേ പര സർവദർഗ ഉപദ്രഷ്ട തം ഭജൻ നിർഗുണോ ഭവേത്. സാറേ അവിടെ ഭജൻ ഭജൻ എന്നാണ് രാജന് വരും. ഭജന ഉപദ്രഷ്ടാതം ഭജൻ നിർഗുണോ ഭവേത്. അവനെ ഭജിക്കുന്നവൻ നിർഗുണനായിട്ട് ഭവിക്കും. നിവൃത്തേഷു അശ്വമേധേഷു രാജാം യുഷ്മപിതാമഹാം ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛതിതമച്യുതം. നിവൃത്തേഷു അശ്വമേധേഷു, അശ്വമേധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞപ്പോൾ യുഷ്മത് പിതാമഹ രാജ യുധിഷ്ഠിര, താങ്കളുടെ പിതാമഹനായ യുധിഷ്ഠിര രാജാവ് ശൃണ്വൻ ഭഗവതോ, ഭഗവാനിൽ നിന്നും കേട്ടുകൊണ്ട് ധർമാൻ അപൃച്ഛത് ഇതം അച്യുതം, ഈ ധർമ്മങ്ങളെ കുറിച്ച് കേൾക്കുവാനായിട്ട് അച്യുതനോട് ഈ ചോദ്യം തന്നെ ചോദിച്ചതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ എന്റെ സൃഷ്ടിയിൽ ഉണ്ടാക്കിയെടുത്തതല്ല, ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞതാണ്. എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞുള്ള മറുപടിയാണ്, അങ്ങയുടെ പിതാമഹനായ യുധിഷ്ഠിര രാജാവ് അശ്വമേധം എന്ന മഹായാഗം നടത്തിയതിനു ശേഷം ശ്രീകൃഷ്ണനോട് ധർമ്മങ്ങൾ ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞ മറുപടിയാണ് ഞാനിപ്പം ഞാൻ എന്റെ ബുദ്ധിയിൽ കണ്ടെത്തിയല്ല, സാക്ഷാൽ ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവതോ ധർമാൻ അപൃച്ഛത് ഇതം അച്യുതം. നിവൃത്തേഷ്വമേധേഷു രാജ യുഷ്മത് പിതാമഹ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛതിതമച്യുതം. നിവൃത്തേഷു അശ്വമേധേഷു രാജാ യുഷ്മത് പിതാമഹ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛതിതമച്യുതം. ആഹ ഭഗവാൻ തസ്മൈ വേദശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോ അവതീർണോ യദുകുലേ. ആഹ ഭഗവാൻ, ആ ഭഗവാൻ പറഞ്ഞു, ആഹ പറഞ്ഞു, ആ ഭഗവാൻ പറഞ്ഞു തസ്മൈ അവനോട്, യുധിഷ്ഠിരനോട്, പ്രീത സന്തുഷ്ടനായിട്ട്, ശുശ്രൂഷവേ കേൾക്കാൻ ആഗ്രഹിക്കുന്നവനായിക്കൊണ്ട്, ശുശ്രൂഷ കേൾക്കാനുള്ള ആഗ്രഹം, ശുശ്രൂഷു കേൾക്കാൻ ആഗ്രഹമുള്ളവൻ, അതിന്റെ ചതുർത്ഥിയാണ് ശുശ്രൂഷവേ കേൾക്കാൻ ആഗ്രഹമുള്ളവനായിക്കൊണ്ട്. ശുശ്രൂഷവേ പ്രഭു പ്രീതഃ തസ്മൈ ആഹ, പ്രഭുവായ ഭഗവാൻ സന്തുഷ്ടനായിട്ട് അവനോട് പറഞ്ഞു, നൃഗണാം നിശ്രേയസാർത്ഥായ, മനുഷ്യർക്ക് നിശ്രേയസം ലഭിക്കാനായിക്കൊണ്ട്, മോക്ഷം ലഭിക്കാനായിക്കൊണ്ട്, യദോ കുലേയോ അവതീർണ, യദുവംശത്തിൽ യാതൊരു അവതരിച്ചുവോ ആ ഭഗവാനാണ് സന്തുഷ്ടനായിട്ട് ഇങ്ങനെ പറഞ്ഞത്. യദുകുലത്തിൽ ശ്രീകൃഷ്ണനായി അവതരിച്ച വിഷ്ണുവിന്റെ അവതാരമായ സാക്ഷാൽ ഭഗവാൻ അന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞ മറുപടി ഞാനിപ്പോ താങ്കളോട് പറയാം. ആഹ ഭഗവാൻ തസ്മൈ പ്രീതശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോ അവതീർണോ യദുകുലേ. ആഹ ഭഗവാൻ തസ്മൈ പ്രീതശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോ അവതീർണോ യദുകുലേ. ശ്രീ ഭഗവാൻ വാച, അന്ന് ഭഗവാൻ പറഞ്ഞ വാക്ക് പറയാം. യസ്യാമഹം അനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈ തദോധനം ത്യജന്തസ്യ സ്വജനാ ദുഃഖദുഃഖിതം. യസ്യ അഹം അനുഗൃഹാമി, യാതൊരുത്തനെയാണോ ഞാൻ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്, അനുഗൃഹാമി അനുഗ്രഹിക്കുന്നത്, ഹരിഷ്യേ തദ്ധനം ശനൈ, ശനൈഹി പതുക്കെ, തദ്ധനം അവന്റെ ധനത്തെ, ഹരിഷ്യേ ഞാൻ അപഹരിച്ചു.
നിർധനനാക്കി മാറ്റും. അപ്പോഴും പിന്മാറാതെ നിൽക്കുന്നവരെ മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഭഗവാനോട് അടുക്കും തോറും എല്ലാം നഷ്ടപ്പെടുകയാണ്. ധനം നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, എന്താണ് സാധനങ്ങൾ നഷ്ടപ്പെടുന്നു, കള്ളന്മാര് കയറുന്നു, അപഹരിക്കുന്നു, പിന്നെന്താണ് ബാങ്ക് കൊള്ളയടിക്കുന്നു, തന്റെ കാശ്, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരും. അപ്പൊ സാധാരണക്കാര് എങ്കിൽ ഇനി ഇങ്ങനെയുള്ള ഭഗവാനെ പൂജിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഇതൊക്കെ ഈ ഭൗതിക സമ്പത്തുകളൊക്കെ അവനിൽ നിന്നും അപഹരിച്ചെടുക്കും, എന്നിട്ട് അവന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ള ദേവന്മാർ ഭൗതിക സമ്പത്തുകൾ ചോദിക്കുന്ന കൊടുത്ത് അനുഗ്രഹിച്ച് വിടും. ഞാൻ അത് ചെയ്യില്ല. ഇതാണ് എന്റെ ധർമ്മത്തിന്റെ പ്രത്യേകത. ഹരിഷ്യേ തദ്ധനം ശനൈ തതോ അനന്തരം അധനം ത്യജന്തി അഫ്യഫജനാ. അധനനായ അവനെ അവന്റെ സ്വജനങ്ങൾ ഉപേക്ഷിക്കും. ദുഃഖദുഃഖിതം, ദുഃഖാനന്തരം ദുഃഖിക്കുന്നവനായ അവനെ അവന്റെ സ്വജനങ്ങൾ ഉപേക്ഷിക്കുക ചെയ്യും. അങ്ങനെ അവരെല്ലാം ഉപേക്ഷിച്ചാൽ പിന്നെ ഞാനായിരിക്കും അവന്റെ രക്ഷ. ഇതാണ് എന്റെ തന്ത്രം. ഇങ്ങനെയാണ് ഞാൻ, ഗുണാതീതനായ ഞാൻ തന്റെ ഭക്തന്മാരെ തന്നോട് ചേർക്കുന്നത്. അവരിലുള്ള ഭൗതിക സമ്പത്തുകൾ മുഴുവനും അപഹരിച്ചെടുത്ത് ഇത് കഴിയുമ്പോൾ സ്വജനങ്ങളൊക്കെ അവനെ ഉപേക്ഷിക്കും. അപ്പൊ അവൻ ദുഃഖം കൊണ്ട് ദുഃഖിതനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ മാത്രമായിരിക്കും ശ്രമം. അപ്പോഴും ആരാണോ എന്നെ ആശ്രയിക്കുന്നത് അവനെ ഞാൻ വിടില്ല. അത് നമ്മൾ പരീക്ഷണമാണ് എന്ന് പറയും. എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് പറയും. പരീക്ഷിക്കല്ല, ഇതൊക്കെ അപഹരിച്ചെടുത്തിട്ട് ആണ് ലക്ഷ്യത്തോട് ചേർക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും ആ ആത്മചൈതന്യത്തേക്ക് ലയിപ്പിക്കാൻ പറ്റില്ല. ഭൗതിക സമ്പത്തുകൾ, ആഗ്രഹങ്ങൾ, കാമക്രോധങ്ങൾ ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് പറ്റില്ല. ഇതെല്ലാം ക്ഷയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അവർ ചോദിക്കുന്നതെല്ലാം അവർക്ക് എളുപ്പം കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ അവരിൽ തിരിച്ചിരിക്കും. ഞാൻ വരം കൊടുത്ത ഐശ്വര്യം സമ്പത്തോ കൊടുക്കും. പക്ഷെ അതെല്ലാം ഞാൻ എന്ത് ചെയ്യും? ക്രമേണ നശിപ്പിച്ചോളൂ, എന്നിട്ടേ ചേർക്കുള്ളൂ. വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. അവരെ എൻ്റെ അനുഗ്രഹത്തിന് യോഗ്യരായിട്ട് തീരുകയുള്ളൂ. പക്ഷെ വിഷയങ്ങളെ ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചാലും ചിലർക്ക് പറ്റില്ല. അനക്ക് മനസ്സിൽ വിചാരമുണ്ട്, പക്ഷെ പ്രാവർത്തിക ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നടക്കാതാകും. കാരണം എന്താണ്? പൂർവജന്മാർജിതമായ പാപ പരമ്പരകളുടെ വാസനകൾ പിന്തുടരുന്നത് കൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ പറ്റാതാവും. അതാണ് ചിലർക്ക് ഉപേക്ഷിക്കാൻ പറ്റാതെ. അങ്ങനെ ആയാൽ പിന്നെ അല്പാൽപം ആസക്തി ഉള്ളവനായിട്ട് ഭവിക്കും. കുറച്ച് ആസക്തിയുണ്ട്, അതുകൊണ്ട് അവർ ക്ലേശിക്കുകയും ചെയ്യും. ആ ആസക്തൻ വിഷയങ്ങളിലേക്ക് വേണ്ടി ക്ലേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ധനാദികളായ വിഷയങ്ങളെ ഞാൻ അപഹരിച്ച് അവന് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഇതാണ് മറ്റുള്ളവരെക്കാൾ എൻ്റെ പ്രത്യേകത. ഗുണാതീതൻ എന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഉദാഹരണം, ധ്രുവന് ഞാൻ വരം കൊടുത്തു. എല്ലാ ഭൗതിക സമ്പത്തുകളും ഐശ്വര്യവും എല്ലാം കൊടുത്തു. എത്ര കാലം രാജാവായിട്ട് വാഴാൻ. പക്ഷേ ഒടുവിൽ ഈ സമ്പത്തും ഐശ്വര്യവും മുഴുവൻ ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്ത് പരാജിതനായി ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ. ഇതാണ് സത്യം എന്ന് തൻ്റെ എല്ലാത്തരം കഴിവുകളും അവിടെ നശിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അന്നേരമാണ് അവസാനം പരമാർത്ഥബോധം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ ബന്ധമോക്ഷങ്ങളിൽ നിന്നും അവരെ മാറ്റിയെടുക്കുന്നത്. ബന്ധനത്തിൽ നിമഗ്നരായിരിക്കുന്ന അവരെ അതിൽ നിന്നും മാറ്റിയെടുക്കുന്നത് അപ്പോഴാണ്. ഇങ്ങനെയാണ് ഞാൻ ആദ്യം ഐശ്വര്യം നൽകിയാലും ക്രമത്തിൽ ആ ഐശ്വര്യത്തിൽ വിരക്തി ഉണ്ടാക്കി അവരെ എന്നോട് ചേർക്കും. അതാണ് എൻ്റെ സ്വഭാവം. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഒരു പൂർവ്വരൂപമാണ് ഇത്. ആദ്യം എല്ലാം കൊടുക്കും, അനുഗ്രഹിക്കും.
പതുക്കെ പതുക്കെ ആ ധനാദികളൊക്കെ നശിക്കും. അപ്പോൾ അവർ പരമാർത്ഥത്തിൽ ക്ലേശിക്കില്ല. എങ്കിലും പിന്നെയും പിന്നെയും ആഹാരത്തിന് പോലും വഴിയില്ലാതെ ക്ലേശിക്കുമ്പോൾ അവർ സ്വജനങ്ങൾ പോലും അവരെ ഉപേക്ഷിക്കും. അപ്പോൾ ഈ ഭക്തന്മാരുടെ ആനന്ദപ്രതിബന്ധകമായ പുത്രന്മാർ, മിത്രങ്ങൾ, ധനം, ധാന്യം ഇതിൽ നിന്നൊക്കെ അവരെ അടർത്തിയെടുത്തിട്ട് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കും ഞാൻ. ഇതാണ് എന്റെ കർത്തവ്യം എന്ന് ഞാൻ അന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞത് ഇതാ ഇപ്പോൾ പറയുന്നു. യഫ്യാഹമനുഗൃഹാമി ഹരിഷേതധനം ശനൈ തദോധനം ത്യജന്ത്യഫ്യ സ്വജനാ ദുഃഖദുഃഖിതം. യഫ്യാഹമനുഗൃഹാമി ഹരിഷേതധനം ശനൈ തദോധനം ത്യജന്ത്യഫ്യ സ്വജനാ ദുഃഖദുഃഖിതം. ഫയദാം വിധുരോദ്യോഗോ നിർവിണ്ണ സ്യാദ്ധനേഹയാം മത്പരേ കൃതമൈത്രഫ്യ കരിഷ്യേ മദനുഗ്രഹം. ഫയദ അവൻ എപ്പോഴാണോ വിധത ഉദ്യോഗോ നിഷ്ഫലമായ പരിശ്രമത്തോടു കൂടിയവൻ. വിതഥം നിഷ്ഫലം, ഉദ്യോഗം പരിശ്രമം. വിതഥ ഉദ്യോഗോ നിർവിണ്ണ, അങ്ങനെ വിതഥ ഉദ്യോഗനായി നിഷ്ഫലമായ പരിശ്രമത്തോടു കൂടിയവനായിട്ട് എപ്പോൾ ഭവിക്കുന്നുവോ അപ്പോൾ നിർവിണ്ണഹ്യാത് ധനേഹയ, അപ്പോ ധനേഹ കൊണ്ട് നിർവേദം പ്രാപിച്ചവനായിട്ട് ഭവിക്കും. ധനത്തിലേക്കുള്ള ആഗ്രഹം കൊണ്ട് വിരക്തി കുറേശ്ശെ ഉള്ളവനായിട്ട് ഭവിക്കും. അങ്ങനെ വന്നാൽ മത്പരേ കൃതമൈത്രഫ്യാം, അങ്ങനെ വരുമ്പോൾ എന്റെ ഭക്തന്മാരോട് അവന് മൈത്രി ഉണ്ടാകും, അവരുമായി സഖ്യതയുണ്ടാകും, സത്സംഗം ഉണ്ടാകും. അപ്പോൾ എന്റെ അനുഗ്രഹത്തെ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ധനാദികൾ ഞാൻ അപഹരിച്ചു കഴിഞ്ഞാൽ അതിനോട് വിരക്തി ഉണ്ടാകും. ഒരിടത്തുനിന്നും കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അത് മതി, വേണ്ട എന്നതിനോട് വയ്ക്കും. എവിടുന്നെങ്കിലും ഇത്തിരി കിട്ടാൻ വഴിയുണ്ടെങ്കിൽ അതിന് പുറകെ പിന്നെയും പറഞ്ഞു പോകും. ഞാൻ ആ വഴികളൊക്കെ അടയ്ക്കും. അപ്പൊ പിന്നെ ബന്ധുക്കളും ബാക്കിയുള്ളവരൊക്കെ ഉപേക്ഷിക്കും. ഇങ്ങനെ കണ്ടാൽ അപ്പോൾ അവൻ അതെല്ലാം ഉപേക്ഷിച്ച് എന്റെ കഥകൾ പറയുന്നിടത്ത്, എന്റെ ഭക്തന്മാരുള്ളിടത്ത് എവിടൊക്കെ ചെന്ന് ചേർന്ന് ലയിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ളവരെ ഞാൻ എന്നോട് ചേർത്ത് തന്നില്ലേ. ോദ്യോഗോ നിർവണ്ണഫ്യപരേകൃതമൈത്രഫ്യ കരിഷ്യേ മദനുഗ്രഹം. ഫയദാ വിധുരോദ്യോഗോ നിർവണ്ണഫ്യധനേഹയാ മത്പരേകൃതമൈത്രഫ്യ കരിഷ്യേ മദനുഗ്രഹം. തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോ മാം സുദുരാരാധ്യം ഹിത്വാ അന്യൻ ഭജതേ ജനാം. തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദാത്മകം. അവനെ ഞാൻ ചെയ്യുന്ന അനുഗ്രഹം എന്താണെന്ന് പറയാൻ പോവാണ്. കാലദേശ വസ്തുക്കളിൽ നിന്നും പരിച്ഛേദം ഇല്ലാത്തതായിട്ട്, നാശമില്ലാത്തതായി അതിസൂക്ഷ്മമായ തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം. ജ്ഞാനമാത്രമായിരിക്കുന്ന ആ ബ്രഹ്മം അവൻ തന്നെ ഉള്ളൂ എന്നൊരു പരമാർത്ഥ ബോധം ഞാൻ അവന് കൊടുക്കും. അപ്പോൾ തദ്ബ്രഹ്മ, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ് എന്ന്. എങ്ങനെ? പരമമായ ബ്രഹ്മം, സൂക്ഷ്മമായ ബ്രഹ്മം, ചിന്മാത്രമായ ബ്രഹ്മം, സദനന്തകമായ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് അവന് കുറേശ്ശെ ബോധ്യപ്പെട്ടു വരുമ്പോൾ അപ്പോൾ മാം സുദുരാരാധ്യം, അപ്പോൾ സുദുരാരാധ്യം ആരാധിക്കാൻ ഏറ്റവും വിഷമമുള്ളവനായ എന്നെ ഹിത്വ വെടിഞ്ഞിട്ട് അന്യാൻ ഭജതേ ജനാം, ചില ജനങ്ങൾ മറ്റുള്ളവരെ ഭജിക്കാൻ കാരണമാകും. കാരണം ഇങ്ങനെയുള്ള പരമാർത്ഥ ബോധത്തെ അവന് നൽകുകയാണ് ഞാൻ. ഇപ്രകാരം അനുഗ്രഹത്തിന്റെ ആരംഭത്തില്
അവന് ഞാൻ ഇത് കൊടുക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖമോ വിഷമങ്ങളോ ഒക്കെ അവനുണ്ടാകുമെങ്കിലും അവസാനത്തിൽ ബ്രഹ്മാനന്ദം നൽകുന്നവനാണ് ഞാൻ. കുചേരൻ അങ്ങനെയാണ്. ദാരിദ്ര്യ ദുഃഖങ്ങൾ കൊടുത്തു ഞാൻ, എങ്കിൽ മാത്രമേ അവസാനം എന്നിലേക്ക് വന്നു ചേരുകയുള്ളൂ. എന്റെ ഈ സൂക്ഷ്മതത്വം അറിയാൻ മന്ദന്മാർക്ക് സാധ്യമല്ല, ബുദ്ധിമാന്മാർക്ക് കഴിയൂ. മന്ദന്മാരായ അവരെ എന്നെ ആരാധിക്കാൻ വലിയ വിഷമാണെന്ന് കരുതിയിട്ട് ശിവനെയോ ബ്രഹ്മാവിനെയൊക്കെ ആരാധിക്കാൻ പോകും. ഇതാണ് കാരണം. ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? അന്ന് പറഞ്ഞ വാക്യം ഞാനിപ്പം നിന്നോട് പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞ, യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടിയാണ് ഞാനിപ്പോൾ നിന്നോട് പറയുന്നു. ഇതാണ് വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് നിർഗുണമായ ഗുണാതീതമായ ബ്രഹ്മതത്വത്തിലേക്ക് ലയിക്കാൻ കാരണം. മറ്റുള്ളവരെ ആരാധിക്കുന്നവർ അതിന് പുറകെ പോകുന്നത് അതുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി പറയും. ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോ മാം സുദുരാരാധ്യം ചിത്വാന്യൻ ഭജതേ ജനാം. തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോ മാം സുദുരാരാധ്യം ചിത്വാന്യൻ ഭജതേ ജനാം. തതസ്ഥ ആശുതോഷേഭ്യോ ലബ്ധരാജ്യശ്രിയോത്ഥതാം മത്താഹ പ്രമത്താ വരദൻ വിസ്മരന്ത്യപജാനതേ. തതഃ അനന്തരം തേ അവർ, തതഃ തേ സഞ്ചരിക്കുമ്പോൾ തതസ്ഥ എന്നായത് ആശുതോഷേഭ്യ ക്ഷിപ്രസന്തോഷികളായ ക്ഷിപ്രപ്രസാദികളായ ആശു തോഷന്മാരായവരിൽ നിന്നും ലബ്ധ രാജ്യശ്രിയ ഉദ്ധത ക്ഷിപ്രപ്രസാദികളായ അനേകം ദേവന്മാരിൽ നിന്നും, നമ്മൾ ഗണപതിയൊക്കെ എങ്ങനെ കൂട്ടുക, അവരിൽ നിന്നും രാജ്യം ലഭിക്കും, ഐശ്വര്യം ലഭിക്കും. അതുകൊണ്ട് ഉദ്ധതന്മാരാകും, അഹങ്കാരികളാകും. മത്താഹ മതിച്ചവരായി, പ്രമത്താഹ പ്രമത്തന്മാരായിട്ട് വരദാൻ വിസ്മരന്തി അവജാനതി വരം കൊടുത്തവരെ പോലും മറന്നു, അവരെ അവമാനിക്കുകയും ചെയ്യും. നോക്കൂ, അവരുടെ ദുർഗതിയെ കുറിച്ച് പറയാം. മനുഷ്യർ അന്വേഷിച്ച് നടക്കുന്ന ക്ഷിപ്രപ്രസാദികളായ ഭഗവാന്മാർ എവിടെയുണ്ട്? അവരെ ഭജിച്ചാൽ, അവരെ തപസ് ചെയ്താൽ വേഗം കാര്യം സാധിക്കും. അങ്ങനെ വേഗം കാര്യം സാധിച്ചു, രാജ്യം കിട്ടി, ഐശ്വര്യം കിട്ടി, സമ്പത്ത് കിട്ടി, എല്ലാം കിട്ടി, സന്തോഷമായി. അതിൽ മതിച്ച് പ്രമത്തന്മാരായിട്ട് വരം കൊടുത്തവരെ മറക്കും, എന്നല്ല അവരെ അപമാനിക്കുകയും ചെയ്യും. ഇതാണ് ആ വഴി കൂടെ പോയാലുള്ള ദോഷം. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതെ അവിടുന്ന് തിരിഞ്ഞ് എന്നിലേക്ക് തന്നെ വന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്ന് ആ സന്ദർഭം ഇനിയും പറയാൻ പോകുന്ന കഥയ്ക്ക് ഒരു സൂചനമായിട്ട് പറഞ്ഞവിടെ പ്രശംസിച്ചു. തതർത്ഥ ആശുദോഷേഭ്യോ ലബ്ധരാജ്യശ്രിയോത്ഥതാം മത്താ പ്രമത്താ വരദാൻ വിസ്മരന്ത്യപജാനതേം. തതസ്ഥ ആശുദോഷേഭ്യോ ലബ്ധരാജ്യശ്രിയോത്ഥതാം മത്താ പ്രമത്താ വരദാൻ വിസ്മരന്ത്യപജാനതേ. ഇത്രയുമാണ് ഭഗവാൻ അന്ന് യുധിഷ്ഠിരൻ പറഞ്ഞത്. അത് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ശ്രീശുഗോവാച ശാപപ്രസാദയോരീശാ ബ്രഹ്മ വിഷ്ണു ശിവാദയാം സദ്യ ശാപപ്രസാദോ ശിവോ ബ്രഹ്മ നച്യുതാം. ശാപപ്രസാദയോ ഈശാ, ശപിക്കുന്നതിനും പ്രസാദിക്കുന്നതിനും ഈശനായ ശക്തനായ ഈശ്വരന്മാരാകുന്നു ബ്രഹ്മ വിഷ്ണു ശിവാദയ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ. മുകളിൽ പറഞ്ഞ ദൃഷ്ടാന്തത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കാനും മറ്റുള്ളവരെ നിഗ്രഹിക്കാനും ഒക്കെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മറ്റു ദേവന്മാരും സമർത്ഥരാണ്. മുമ്പേ ഞാൻ പറഞ്ഞു, വിഷ്ണു എന്ന് പറയുന്നത് ഇവിടെ പാൽക്കള്ളിൽ കിടക്കുന്ന ഒരു വിഷ്ണു സ്വരൂപത്തെ അല്ല, വിഷ്ണു വ്യാപ്തേ എന്നുള്ള അർത്ഥത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മചൈതന്യത്തെയാണ് വിഷ്ണു എന്നിവിടെ വയ്ക്കുന്നത്. അതിൽ നിന്നും ഉണ്ടായ ഒരു ചൈതന്യമാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അവര് 3 പേരും അതേപോലെ മറ്റ് ദേവന്മാരും
എന്ത് വരം ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണ്. ക്ഷിപ്രപ്രസാദികളാണ്, അതേപോലെ ക്ഷിപ്രകോപികളുമാണ്. അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്നത് ശിവന്റെയും ബ്രഹ്മാവിന്റെയും ധർമ്മമായിട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് കോപം വരും, അനുഗ്രഹിക്കും, നിഗ്രഹിക്കും. നശിക്കാത്ത മഹാത്മ്യമുള്ളവൻ അച്യുതൻ മാത്രമാണ്. ശിവോ ബ്രഹ്മ ന ച അച്യുത. അവൻ ക്ഷിപ്രപ്രസാദിയുമല്ല, ക്ഷിപ്രകോപിയുമല്ല. മറ്റുള്ളവരൊക്കെ ശാപത്തിനും അതേപോലെ പ്രസാദത്തിനും ഈശന്മാരാണ്. അവര് സദ്യശാപപ്രസാദ ഹേ അങ്ക അല്ലയോ അങ്ക. ഒരു പെട്ടെന്ന് ശാപം കൊടുക്കാനും അതേപോലെ പെട്ടെന്ന് വരം കൊടുക്കാനും ഒക്കെ കഴിവുള്ളവരാണ്. പക്ഷെ അച്യുതൻ അങ്ങനെയുള്ളവൻ അല്ല. ശാപപ്രസാദയോരീശ ബ്രഹ്മവിഷ്ണു ശിവാദയാം സദ്യശാപപ്രസാദോങ്ക ശിവോ ബ്രഹ്മാനച്യുതാം. ശാപപ്രസാദയോരീശ ബ്രഹ്മവിഷ്ണു ശിവാദയാം സദ്യശാപപ്രസാദോങ്ക ശിവോ ബ്രഹ്മാനച്യുതാം. അത്ര ചൗദാഹരന്തീം ഇമമിതിഹാസം പുരാതനം മൃഗാസുരായ ഗിരിശോ വരം ദത്വാ അപസങ്കടം. ഈ കാര്യം കാണിക്കാൻ അത്ര ഇവിടെ ച ഉദാഹരന്തീം ഉദാഹരിക്കുന്നു ഇമം ഇതിഹാസം. ഈ ഇതിഹാസത്തെ ഞാനിവിടെ പറയുന്നു. ഇതൊരു ഇതിഹാസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഭാഗവതത്തില് ഇടയ്ക്കിടയ്ക്ക് പുരാണ കഥകൾ അല്ലാതെ ചില ഇതിഹാസങ്ങൾ കൂടിച്ചേർക്കുന്നുണ്ട്. കുറെ രാജാക്കന്മാരുടെയും കുറെ മഹർഷിമാരുടെയും കുറെ അസുരന്മാരുടെയും ഒക്കെ ഇതിഹാസ കഥകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കും. അങ്ങനെ പല ഇതിഹാസവും ഇതിനുമ്പോ പറഞ്ഞിട്ടുണ്ട്. കുചേലവൃത്തം കഥയൊക്കെ അങ്ങനെ പറഞ്ഞു വരുന്നതാണ്. ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇതിഹാസം പറയാം എന്നിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെയും ഒരു ഇതിഹാസം പറയാൻ പോകുന്നു. അത്രജ ഉദാഹരന്തീം ഇമം ഇതിഹാസം പുരാതനം പണ്ടുള്ളതാണ്. വൃഗാസുരായ ഗിരിശോ വൃഗാസുരനായിക്കൊണ്ട് ഗിരീശനായ ശിവൻ വരം ദത്വ വരം കൊടുത്തിട്ട് സങ്കടം പ്രാപിച്ചു. ഒരു ഉദാഹരണമായിട്ട് ഈ കഥ പറയാം. അത്ര ചോദാഹരന്തീം ഇമം ഇതിഹാസം പുരാതനം വൃഗാസുരായ ഗിരിശോ വരം ദത്വ അപസങ്കടം. വൃഗോ നാമാസുരപുത്ര ശകുനേ പഥിനാരദം ദൃഷ്ട്വാശദോഷം പപ്രച്ഛ ദേവേഷു തൃഷു ദുർമതി. വൃഗോ നാമാസുര, വൃഗൻ എന്ന് പേരുള്ള അസുരൻ. ശകുനേഹ പുത്ര, ശകുനിയുടെ പുത്രനാണ്. ശകുനി മഹാഭാരതത്തിലെ ശകുനിയല്ല, ഒരു അസുരന്റെ പേരാണ്. ശകുനിയുടെ പുത്രനാണ്. പഥി നാരദം ദൃഷ്ടുവ, അയാൾ സഞ്ചരിച്ചു പോകുന്ന വഴിക്ക് നാരദനെ കണ്ടിട്ട് പഥി വഴിയിൽ വെച്ച് നാരദം ദൃഷ്ടുവ നാരദനെ കണ്ട് ആശുതോഷം പപ്രച്ഛ ദേവേഷു ദേവന്മാരിൽ വെച്ച് എത്രയും വേഗം പ്രസാദിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു. പപ്രച്ഛ ചോദിച്ചു. രാമായണത്തിൽ മാത്രമല്ല പപ്രച്ഛ ഇവിടെയും ഉണ്ട്. ദേവേഷു തൃഷു 3 ദേവന്മാരിൽ വെച്ച് ആരാണ് ക്ഷിപ്രപ്രസാദി. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വെച്ച് ആരാണ് വളരെ വേഗം പ്രസാദിച്ച് വരം തരുന്നത് എന്ന് ദുർമതിയായ വൃഗാസുരൻ നാരദനോട് ചോദിച്ചു. വൃഗോ നാമാസുര പുത്ര ശകുനേ പഥിനാരദം ദൃഷ്ട്വാശദോഷം പപ്രച്ഛ ദേവേഷു തൃഷു ദുർമതി. വൃഗോ നാമാസുര പുത്ര ശകുനേ പഥിനാരദം ദൃഷ്ട്വാശദോഷം പപ്രച്ഛ ദേവേഷു തൃഷു ദുർമതി. സ്വാഹദേവം ഗിരിശം ഉപധാവാശുഭിദ്ധ്യഭി യോത്പാഭ്യം ഗുണദോഷാഭ്യാം ആശുദുഷ്യതി കുപ്യതി. സ്വാഹ, നാരദൻ പറഞ്ഞു, ദേവം ഗിരിശം, ദേവനായ പരമശിവനെ ഉപധാവ ആശു വേഗം പ്രസാദിപ്പിച്ചോളൂ. പരമശിവനെ ആരാധിച്ചോളൂ. ആശു സിദ്ധ്യഫി, വളരെ വേഗം കാര്യം നേടാം. എന്തു വരം ഉദ്ദേശിച്ചിട്ടാണോ പരമശിവനെ പ്രസാദിപ്പിച്ച് ചെയ്യുന്നത്, ഏത് ആരാധന ചെയ്താലും ശിവൻ പ്രസാദിച്ച് വേഗം വരുന്നത്. ക്ഷിപ്രപ്രസാദിയാണ് ശിവൻ. ഗിരിശം ഉപധാവ ആശു സിദ്ധ്യഫി
യോ അല്പാഭ്യം ഗുണദോഷാഭ്യം ആശു ദുഷ്യതി ഗുപ്യതി. യോ യാതൊരു ശിവൻ അല്പാഭ്യം ഗുണദോഷാഭ്യം അല്പാൽപങ്ങളായ ഗുണദോഷങ്ങൾ കൊണ്ട് ആശു ദുഷ്യതി ഗുപ്യതി വേഗം സന്തോഷിക്കുകയും കോപിക്കുകയും. ഇതാണ് ശിവന്റെ സ്വഭാവം. അതുകൊണ്ട് സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എളുപ്പം സന്തോഷിക്കാൻ പറ്റുന്ന ശിവനെയാണ്. അതേപോലെ പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും. രണ്ടുമുണ്ട്. സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ട് പരമശിവനെ ആരാധിച്ചോളൂ. സ്വാഹദേവം ഗിരിശം ഉപധാവാശു സിദ്ധ്യപി യോത്പാഭ്യം ഗുണദോഷാഭ്യം അശുദുഷ്യതി ഗുപ്യതി. സ്വാഹദേവം ഗിരിശം ഉപധാവാശു സിദ്ധ്യപി യോത്പാഭ്യം ഗുണദോഷാഭ്യം അശുദുഷ്യതി ഗുപ്യതി. ബാണയോസ്തുഷ്ട സ്തുവതോർവന്ദിനോരിവാം ഐശ്വര്യമതുലം ദത്വാ തത ആവ സുസങ്കടം. ദശാഫ്യ ബാണയോഃ തുഷ്ടഃ സ്തുവതോഃ വന്ദിനോരിവ. വന്ദികളെ പോലെ, സ്തുതിപാഠകന്മാരെ പോലെ, വന്ദികൾ സ്തുതിപാഠകൻ, അവരെ പോലെ സ്തുവതോഹ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന രാവണനും ബാണനും ഭഗവാൻ വശംവദനായില്ലേ. നോക്കൂ ഈ രണ്ട് കഥ. ക്ഷിപ്രപ്രസാദിയായ പരമശിവനെ സന്തോഷിപ്പിച്ച രാവണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാള് ദാനമായി ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? കൈലാസം പൊക്കിയെടുത്ത് അമ്മാനം നൽകി. വരങ്ങുന്ന ആളാണ് പരമശിവൻ. ആ പരമശിവന്റെ വരത്തിന് വേണ്ടിയിട്ടാണ് ചെന്നത്. ആ പരമശിവന്റെ കൈലാസം എടുത്ത് അമ്മാനം അടർത്തി. അതിൽ ഭയന്നിട്ടാണ് ശിവൻ വന്ന് ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചത്. ബാണാസുരനോ, ഞാൻ സത്രത്തിലെ കഥ പറഞ്ഞ ബാണാസുരനും ഭഗവാനെ പ്രസാദിപ്പിച്ച് അവസാനം ഭഗവാനെ കാവൽക്കാരനായി മാറ്റി. ഇങ്ങനെ ഒരു ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് പരമശിവൻ. അതുകൊണ്ട് ഈ രണ്ട് അനുഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ. തപസ് ചെയ്തോളൂ, ആരാധിച്ചോളൂ, എന്ത് വേണം ചെയ്തോളൂ, ക്ഷിപ്രപ്രസാദിയ. ദശാഫ്യ ബാണയോസ്തുഷ്ടസ്തുവതോർ വന്ദിനോരിവ ഐശ്വര്യമതുലം ദത്വാ. അസാമാന്യമായ ഐശ്വര്യം കൊടുത്തിട്ട് അതുകൊണ്ട് സങ്കടത്തെ പ്രാപിച്ചവനാണ് പരമശിവൻ. രാവണന് വരം കൊടുത്ത് സങ്കടപ്പെട്ടു, ബാണന് വരം കൊടുത്ത് സങ്കടപ്പെട്ടു. അത്രത്തോളം ചെയ്യുന്ന ആളാണ് പരമശിവൻ. പോയി ആരാധിച്ചോളൂ. ദശാഫ്യ ബാണയോസ്തുഷ്ടസ്തുവതോർവന്ദിനോരിവാം ഐശ്വര്യമതുലം ദത്വാ തഥാ അപസുസങ്കടം. ദശാഫ്യ ബാണയോസ്തുഷ്ടസ്തുവതോർവന്ദിനോരിവാം ഐശ്വര്യമതുലം ദത്വാ തഥാ ആപസുസങ്കടം. ഇത്യാദിഷ്ടസ്തമുസുരം ഉപാധാവത്സുഗത്രതാം കേദാര ആത്മക്രൗര്യേണ ചുക്വാനോഗ്നിമുഖം ഹരം. ഇതി ആദിഷ്ടഃ തം അസുരഃ ഉപാധാവ. ഇങ്ങനെ നാരദനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായ ആ അസുരൻ ഉപാധാവ പരമശിവനെ ആരാധിക്കണം. സ്വഗാത്രത സ്വന്തം ശരീരത്തിൽ നിന്നും കേദാര ആത്മക്രവ്യേന അതിൽ നിന്നും സ്വന്തം ശരീരത്തിൽ നിന്നും കേദാരത്തിൽ ആത്മക്രവ്യേണ തന്റെ തന്നെ മാംസത്താൽ, ക്രവ്യം മാംസം, ആത്മക്രവ്യം തന്റെ മാംസം, ആത്മക്രവ്യേണ തന്റെ മാംസത്താൽ ജുഹ്വാനോ ഹോമിച്ചുകൊണ്ട് അഗ്നിമുഖം, അഗ്നി ഹരന്റെ മുഖമാണെന്ന് സങ്കല്പിച്ച് അഗ്നിയിലേക്ക് ഓരോ ദിവസവും വാളെടുത്ത് തന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം അറുത്തെടുത്ത് അഗ്നി ഹോമിക്കും.
ഈ അഗ്നി പരമശിവനാണെന്ന് സങ്കല്പിച്ചാണ് ഭൂമിച്ചുകൊണ്ടിരുന്നത്. അത്ര ഗഹനമായ തപസ്സാണ് അയാൾ ചെയ്തത്, ആരാധന. ഇത്യാദിഷ്ടസ്തമസുര ഉപാധാവത് സുഗത്രതാം കേദാര ആത്മകൃവേണ ചുക്വാനോഗ്നിമുഖം ഹരം. ഇത്യാദിഷ്ടസ്തമസുര ഉപാധാവത് സുഗത്രതാം കേദാര ആത്മകൃവേണ ചുക്വാനോഗ്നിമുഖം ഹരം. ദേവോപലബ്ധിമപ്രാപ്യാം നിർവേദാത് സപ്തമേഖനീം ശിരോ അവൃശ്ചത് സ്വധിദിനാം തത്തീർത്ഥക്ലിന്നമോദ്ധജം. ദേവോപലബ്ധി അപ്രാപ്യ 1, 2, 3, 4, 5, 6 ദിവസങ്ങളിൽ തന്റെ ശരീരത്തിൽ നിന്ന് അറുത്തെടുത്ത 6 മാംസകഷ്ണങ്ങൾ ഹോമിച്ച് പരമശിവനെ ഗംഭീരമായി തപസ്സു. അപ്പോഴും പരമശിവനെ കിട്ടിയില്ല. ദേവ ഉപലബ്ധി അപ്രാപ്യ, പരമശിവന്റെ ഉപലബ്ധി കിട്ടാതെ നിർവേദ വിരക്തനായി. ഇനി ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 6 ദിവസമുണ്ട്, ഇനി മാംസം വളരെ കുറച്ചേ ഉള്ളൂ. സപ്തമേഖനി 7ാം ദിവസം. ശിരോ അവൃശ്ച, തന്റെ ശിരഫ് അറുത്തു. ശിരഹ അവൃശ്ചത് മുറിക്കുന്നു. സ്വധിതിന, സ്വന്തം ആയുധം കൊണ്ട്. ധിതി എന്ന് വെച്ചാൽ ആയുധമാണ്. സ്വധിതിന, സ്വന്തം ആയുധം കൊണ്ട്. തത് തീർത്ഥക്ലിന്നമൂർദ്ധജം, ആ തീർത്ഥത്തിലെത്തി ഒന്ന് മുങ്ങിക്കുളിച്ചെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമാക്കി തന്റെ ശിരഫിനെ വെച്ചിട്ട് ആ ശിരഫിൽ കൂടി തീർത്ഥജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ശിരഫാണ് ഛേദിക്കാനാണ്. ദേവോപലബ്ധ്യമപ്രാപ്യ നിർവേദാത് സപ്തമേഖനീം ശിരോ വൃശ്ചിദിന തത്തീർത്ഥക്ലിന്നമൂർദ്ധജം. മൂർദ്ധജം മുടിയ, ആ തീർത്ഥം കൊണ്ട് നനഞ്ഞ മുടി എന്ന് വെച്ചാൽ ആ കേദാര കേദാരത്തിൽ മുമ്പത്തെ വരി പറഞ്ഞാൽ കേദാര തീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്ത ശേഷം ആ ഈറനോടെ മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ആ തന്റെ ശിരഫ് മുറിക്കാനായിക്കൊണ്ട് വാളെടുത്ത് കയ്യിൽ പിടിച്ചു മുറിക്കാൻ ആരംഭിച്ചു. ദേവോപലബ്ധിമപ്രാപ്യ നിർവേദാത് സപ്തമേഖനി ശിരോ വൃശ്ചിദിന തത്തീർത്ഥക്ലിന്നമൂർദ്ധജം. ദേവോപലബ്ധിമപ്രാപ്യ നിർവേദാത് സപ്തമേഖനി ശിരോ വൃശ്ചിദിന തത്തീർത്ഥക്ലിന്നമൂർദ്ധജം. തദാ മഹാകാരുണികഃ ധൂർജടിർ യഥാ വയം ചഗ്നിരിബോദ്ധിതോനലാത് നിഗൃഹ്യദോർഭ്യം ഭുജയോർ ന്യവാരയത് തത്സ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി. തഥാ, അപ്പോൾ മഹാകാരുണികഃ സഹ, കാരുണ്യമൂർത്തിയായ ശിവൻ, ധൂർജടി ശിവൻ, യഥാ വയം ച അഗ്നിരിവ ഉദ്ധിതു അനലാത്, യഥാ എപ്രകാരമാണോ അഗ്നിയിൽ നിന്നും അനലാത് അഗ്നിഹീവ ഉദ്ധിത, ആ അഗ്നിയിൽ നിന്നും അഗ്നിയെപ്പോലെ തന്നെ ജ്വലിക്കുന്നവനായിട്ട് എഴുന്നേറ്റ് വരും. യഥാവയം നമ്മളെപ്പോലെ, നമ്മളെങ്ങനെ എഴുന്നേറ്റ് വരുവോ അതേപോലെ അഗ്നിയിൽ നിന്നും ഒരു ജ്വാല പോലെ പരമശിവൻ എഴുന്നേറ്റ് വന്നു. തഥാ മഹാകാരുണിക ഫദോർജടി യഥാ വയം ച അഗ്നിരിവോത്ഥിതോരലാത് നിഗൃഹ്യ ദോർഭ്യാം, നിഗൃഹ്യ പിടിച്ചു നിർത്തി, ദോർഭ്യാം 2 കൈകൾ കൊണ്ട്, ഭുജയോഹോ ന്യവാരയ 2 കൈകൾ കൊണ്ടും ഈ അസുരന്റെ 2 കൈക്കും കടന്നു പിടിച്ചിട്ട് തടഞ്ഞു. വെട്ടരുത്, വെട്ടരുത്, ശിരസ് മുറിക്കരുത്. തത്സ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി, മഹാദേവന്റെ സ്പർശനം കൊണ്ട് വീണ്ടും തന്റെ ശരീരത്തിലെ നഷ്ടപ്പെട്ട മാംസങ്ങളൊക്കെ തിരിച്ചു കിട്ടി പഴയ ശരീരത്തോടുകൂടി വരാൻ. ഉപസ്കൃതാകൃതി, നേരത്തെ ഉണ്ടായിരുന്ന
ആകൃതിയോടുകൂടി അത് ഇടവനായിട്ട് സ്വർഗാസനം ധരിച്ചു. ഭഗവാന്റെ സ്പർശനം കൊണ്ട് തന്നെ കുഴിഞ്ഞിരുന്ന മാംസം പോയ ഭാഗമൊക്കെ നികന്ന് മാംസളമായ ശരീരത്തോട് ഇവനായിട്ട് ധരിച്ചു. തഥാ മഹാകാരുണിക ഫധൂർജടിർ യഥാ വയം ചാഗ്നയോത്ഥിതോ അനലാൻ നിഗൃഹ്യദോഭ്യാംബുജയോർ ന്യപാരയത് തത്സ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി. തഥാ മഹാകാരുണിക ഫധൂർജടിർ യഥാ വയം ചാഗ്നയോത്ഥിതോ അനലാൻ നിഗൃഹ്യദോഭ്യാംബുജയോർ ന്യപാരയത് തത്സ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി. തഥാ മഹാകാരുണിക ഫധൂർജടിർ യഥാ വയം ചാഗ്നിബോദ്ധിതോ അനലാത് നിഗൃഹ്യദോഭ്യാംബുജയോർ ന്യപാരയത് തത്സ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി. തമാഹതാംഗാലമലം വൃണീഷ്വേ യഥാഭികാം വിതരാമി തേ വരം പ്രിയേയ തോയേന നൃണം പ്രപദ്യതാം അഹോ ആത്മാ സമർഭ്യതേ വൃഥാ. തം ആഹ അവന് പറഞ്ഞു ച അങ്കാലം അലം പ്രണീഷ്വ. അലം മതിയാകുവോളം ച അംഗ അലം അലം പ്രണീഷ്വ. അംഗ സംബോധനയാണ് പൂജ്യനായുള്ളവൻ. അലം അലം മതിയാകുവോളം വൃണീഷ്വ വരിക്കൂ മേ യഥാ അഭികാമ നിന്റെ ആഗ്രഹം എന്തോ ആ അഭികാമത്തെ എന്നിൽ നിന്നും നീ വരിച്ചുകൊള്ളൂ. വിതരാമി തേ വരം നിനക്ക് വരം വിതരണം ചെയ്യാൻ പോകും. വിതരാമി വിതരണം ചെയ്യുക. നിനക്ക് ഞാൻ വരം നൽകാൻ പോകുന്നു. എന്താണോ നിന്റെ ആഗ്രഹം അത് പറഞ്ഞത് ഞാൻ അത് സാധിച്ചു തരാം. പ്രിയേയ തോയേന നൃണം പ്രപദ്യതാം. ജലം കൊണ്ട് മനുഷ്യരുടെ ജലം കൊണ്ട് ഞാൻ പ്രീതനായി കഴിയും. എന്നാൽ ത്വയ നിന്നാൽ അഹോ ത്വയ ആത്മാ പൃഷമദ്യത്തെ വൃഥ. ആ സ്ഥാനത്ത് നീ നിന്റെ ശരീരത്തെ കഷ്ണങ്ങളാക്കി മുറിച്ച് വേദനിപ്പിച്ചുകൊണ്ടോ വൃഥ വെറുതെ. എനിക്കിതൊന്നും വേണ്ട. ഒരു കൈക്കൊള്ളുന്ന വെള്ളം കോരി എൻ്റെ മുമ്പിലേക്ക് തന്നാൽ ഞാൻ സന്തുഷ്ടനാവും. ക്ഷിപ്രപ്രസാദിയാണ് ഞാൻ. അതിനുവേണ്ടി ആളെടുത്ത് കൈയും കാലിനെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് എനിക്ക് തോന്നിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. തമാഹതംഗ അലമലം പ്രണീഷ്വമേ യഥാഭികാമം വിതരാമി തേ വരം പ്രിയേയ തോയേന നൃണം പ്രപദ്യതാം ഹോ ത്വയഥാ വൃഷമസ്ത്യദേവതാം. ഹലോ. എത്രയോ കാലമായി ശബ്ദം കേൾക്കാനില്ല, അതിനെ കാണാനില്ല. ഒന്ന് ഇവിടൊക്കെ വിട്ടുപോയോ? ഓ അത് ശരി. കുഴപ്പമില്ല. സുഖമായിട്ടിരിക്കും. ഓ ആ അത് ശരി. ആ ഓ കൊള്ളാം. ഓ അത് ശരി. ഓ എല്ലാ ദിവസവും അത് ശരി. അത് ശരി. ഓ കൊള്ളാം. നന്നായി നന്നായി. ആ ആ ആ എപ്പോഴാണ് വൈ ഞാൻ അന്ന് മൂകാംബികയെ പോകും. വൈകുന്നേരം എപ്പോഴാണ്? സമയം എപ്പോഴാണ്? എനിക്ക് 9 മണിക്ക് തൃശ്ശൂർ ഒരു വണ്ടിയുണ്ട്. അതിനാണ് ഞാൻ പോകുന്നത്.
ഓ ശരി. ഉദ്ഘാടനം അരമണിക്കൂറേ ഉള്ളോ? അപ്പൊ 5:01 6 മണിക്ക് പോയാൽ ഞാൻ 6:03 തൃശ്ശൂർ എത്തുമോ? അവിടുന്ന് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. കാരണം 9 മണിക്ക് ഇത്തിരി വണ്ടി അവിടുന്ന് പോകാൻ വേണ്ടിക്ക് എനിക്ക് പോകാൻ ബുക്ക് ചെയ്തേക്കാണ് നേരത്തെ. ആ ആ ആ ആ. പക്ഷെ എനിക്ക് അവിടെ എത്താതിരുന്നു കഴിഞ്ഞാൽ അതൊരു അവരെന്നെ കാത്തിരിക്കേണ്ടി വരും, ബുക്ക് ചെയ്തിരിക്കും. അല്ല അവിടുന്ന് അല്ല, എനിക്ക് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അവിടുന്ന് നേരത്തെ പോകണം എന്നുള്ളത് മാത്രം. ആ ആ തൃശ്ശൂർ. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വൈകിട്ട് പറയാം. എന്റെ കൂടെ 2-3 പേരുണ്ട്, അതും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വൈകിട്ട് പറയാം. ഒരു 10 മണിയാകുമ്പോൾ ഒന്ന് വിളിക്കാം, അന്നേരം ഞാൻ പറയാം. ദേവം സ്വപ്രേ പാപീയാൻ വരം ഭൂതഭയാവഹം യഫ്യകരം ശീർഷ്ണി ധാഫ്യേ സംഹ്യതാമിതി. ദേവം സവൗരേ അവൻ വൗരേ വരിച്ചു, പാപിയാൻ ധാരാളം പാപം ചെയ്യുന്നവനായ അവൻ വരം വരിച്ചു, ഭൂതഭയാവഹം ഭൂതങ്ങൾക്ക് ഭയമുണ്ടാക്കുന്ന, പ്രാണികൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്ന വരം ദേവം വവ്രേ ആ ദേവനോട് വരിച്ചു. എന്തായിരുന്നു അത്? യഫ്യകരം ശൂഷ്മിധാഫ്യേ ആരുടെ ശിരസിൽ ഞാൻ കൈവയ്ക്കുന്നുവോ സംഹ്യതാമിതി അവൻ മരിക്കട്ടെ. ഇതാണ് ശീർഷ്ണികരം ധാഫ്യ ആരുടെ ശീർഷ്ണി ശിരസിൽ കരം ധാഫ്യേ കൈവയ്ക്കുന്നുവോ സംഹ്യതാമിതി ആരുടെ ശിരസിൽ ഞാൻ കൈകൊണ്ട് സ്പർശിക്കുന്നു അവൻ മരിക്കണം. ഇതാണ് വരം. മഹാപാപിയായ അവൻ ആ ദേവനോട് വരിച്ച വരം ഇതാണ്. ദേവം സ്വവ്രേവാപീയൻ വരം ഭൂതഭയാവഹം യഫ്യകരം ശൂഷ്മിതാഫ്യേ സംഹ്യതാമിതി. ദേവം സ്വവ്രേവാപീയാൻ വരം ഭൂതഭയാവഹം യഫ്യകരം ശൂഷ്മിതാഫ്യേ സംഹ്യതാമിതി. തച്ഛുത്വാ ഭഗവാൻ വിഗ്രോ ദുർമനായിവ ഭാരതാം ഓമിതി പ്രശംസ്തസ്മൈ തദേ അഹേരമൃതം. തച്ഛുത്വാ അത് കേട്ടിട്ട് ഭഗവാൻ രുദ്ര ഭഗവാൻ ദുർമനായിവ ഭാരത ഹേ ഭരതകുലജാതനായ രാജാവേ ദുർമനായിവ എന്താണ്? ഉന്മേഷമില്ലാത്തവനെ പോലെ, മനസ്സിന് ഉന്മേഷമില്ലാത്തവനെ പോലെ ഓമിതി അങ്ങനെ ആവട്ടെ പ്രഹസം പുഞ്ചിരിച്ചുകൊണ്ട് തസ്മൈദതേ അവന് വരമെടുത്തു. ഏതുപോലെ? അഹേഹി അമൃതം യഥാ പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ. അഹേഹി അമൃതം യഥ അഹിക്ക് പാലിന് അമൃത, ഇവിടെ അമൃതത്തിന് പാലെന്നർത്ഥം. പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ ഈ വരം അവന് കൊടുത്തു. ഓം ഇതി ഓം എന്നുള്ളത് അങ്ങനെ ആവട്ടെ എന്ന് അംഗീകരിക്കണം.
ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ്. മനസ്സിൽ വലിയ വിഷമമുണ്ട്, ഭീതിയുണ്ട്, ഭയമുണ്ട്. ദുർമനായിവ, ദുർമനസ്കനെ പോലെ ആയിട്ട് ഓം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവന് വരം കൊടുത്തു, പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ. തത്സൃത്വാ ഭഗവാൻ രുദ്രോ ദുർമനായിവ ഭാരതാം ഓമിതി പ്രഹംസ്തസ്മൈ ദദേ അഹേരമൃതം യഥാം. തത്സൃത്വാ ഭഗവാൻ രുദ്രോ ദുർമനായിവ ഭാരതാം ഓമിതി പ്രഹംസ്തസ്മൈ ദദേ അഹേരമൃതം യഥാം. തത്സുത്വാ ഭഗവൻ രുദ്രോ ദുർമനായിവ ഭാരതാം ഓമിതി പ്രഹംസ്തസ്മൈ ദദേഹേരമൃതം യഥാം. ഇത്യുക്തഃ സോऽസുരോ നൂനം ഗൗരീകരണലാലസാം തദ്വരപരീക്ഷാർത്ഥം ശംഭോർനിഖിലാസുരാം സ്വഹസ്തം ധാതുമാരേഭേ സോഭിഭ്യത് സുകൃതശിവാം. ഇത്യുക്തഃ ഇങ്ങനെ പറയപ്പെട്ടവനായ സോ അസുരോ, ആ അസുരൻ, അങ്ങനെ ആവട്ടെ എന്ന് വരം കിട്ടിയവനായ അസുരൻ നൂനം നിശ്ചയമായി ഗൗരീഹരണലാലസ, പാർവതി അപഹരിക്കണം എന്ന് ആഗ്രഹമുള്ളവനായി. ഗൗരീഹരണലാലസ, ഗൗരിയെ ഹരിക്കാൻ ലാലസനായിട്ട് തദ്വത പരീക്ഷാർത്ഥം. പാർവതിയെ അപഹരിക്കണമെങ്കിൽ പരമശിവൻ ഇല്ലാണ്ടാവണം, അല്ലാണ്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ വരം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ശംഭോർമൂർത്തിനിഖിലാസുര, പരമശിവന്റെ മൂർധാവിലേക്ക് തന്നെ ഈ കൈ തൊടാൻ വിചാരിച്ചു. ഒരാഗ്രഹം സാധിക്കാൻ എന്തിനു വേണ്ടിയാ? പാർവതിയെ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പരമശിവന്റെ മൂർധാവിൽ ശംഭോഹ മൂർത്തിനി കില അസുരഹ സ്വഹസ്തം ധാതുമാരേഭേ, സ്വന്തം കൈ വയ്ക്കുവാൻ ആരംഭിച്ചു. സോ അഭിഭ്യത് സുകൃത ശിവ, ശിവൻ തന്റെ പ്രവൃത്തിയിൽ ഭയന്നവനായിട്ട്. ഇയാൾ തന്റെ ശിരസിലേക്കാണ് കൈവയ്ക്കുന്നതിൽ താൻ അപ്പൊ തന്നെ ഭസ്മാവും. അതിൽ ഭയന്ന് സ്വന്തം പ്രവൃത്തിയിൽ അഭിഭ്യത്, ഭയപ്പെട്ടു പരമശിവൻ. ഇത്യുക്ത സോസുരോ നൂനം ഗൗരീഹരണലാലസാം തദ്വര പരീക്ഷാർത്ഥം ശംഭോർമൂർത്തിനിഖിലാസുരാം സ്വഹസ്തം ധാതുമാരേഭേ സോ അഭിഭ്യത് സുകൃതശിവാം. ഇത്യുക്ത സോസുരോ നൂനം ഗൗരീഹരണലാലസാം തദ്വര പരീക്ഷാർത്ഥം ശംഭോർമൂർത്തിനിഖിലാസുര സ്വഹസ്തം ധാതുമാരേഭേ സോ അഭിഭ്യത് സുകൃതശിവാം. തേനോപസൃഷ്ട സ്വതന്ത്ര തേനോപസൃഷ്ട തന്ത്രസ്ഥ പരാധാവത് സവേപഥു യാവദന്തം ദിവോ ഭൂമേ കാഷ്ഠാനാം ഉദഗാദുദക്. തേന അവനാൽ ഉപസൃഷ്ട അനുഗമിക്കപ്പെട്ടവനായി, സന്ത്രസ്ത ഭയപ്പെട്ടവനായിട്ട്, സ്വവേപഥു പരാധാവത് വിറയലോടുകൂടി ഓടാൻ ആരംഭിച്ചു പരമശിവൻ. പരാധാവത് മറ്റു ദിക്കിലേക്ക് ഓടി. യാവദന്തം ദിവോ ഭൂമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അന്തം വരെ ഓടി. ഭൂമിയുടെ അന്തം, ആകാശങ്ങളുടെ അന്തം, കാഷ്ഠാനാം ദിക്കുകളിലെ അന്തം. കാഷ്ഠം എന്ന് വെച്ചാൽ ദിക്കെന്നർത്ഥം. കാഷ്ഠാനാം അന്തം, ദിക്കുകളുടെ അന്തം വരെ പരാധാവത് ഓടി. ഉദക്ക് ഉദഗാ, വടക്കേ ദിക്കിൽ കൂടി ഉദ്ഗമിച്ചു പുറത്തു. ഉദക്ക് ഉദഗാത്, കാഷ്ഠാനാം ഉദഗാദുദക്. യാവദന്തം ദിവോ ഭൂമി കാഷ്ഠാന, യോവിന്റെയും ഭൂമിയുടെയും കാഷ്ഠകളുടെയും അന്തം വരെ ഓടിയിട്ട് വടക്കേ ദിക്കിലൂടെ പുറത്തു കടന്നു. ഉദഗാത് പുറത്തു കടന്നു. ഉദക്ക് വടക്ക്. വടക്കേ ദിക്കിലൂടെ എങ്ങനെയോ രക്ഷപ്പെട്ട് പരമശിവൻ. വടക്കേ ദിക്ക് തന്റെ അധീനതയിലുള്ള ഭൂമിയാണ്, ഹിമാലയ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് എങ്ങനെയൊക്കെയോ എന്ത് ചെയ്തു? വടക്കേ ദിക്കിൽ കൂടി പുറത്തു കടന്ന് വീണ്ടും ഓടി.
തേനോപസൃഷ്ട സന്ദ്രസ്തപരാധാവത്സവേ വധൂ യാവദന്തം ദിവോ ഭൂമേ കാഷ്ഠാനാം ഉദഗാദുദക്. തേനോപസൃഷ്ട സന്ദ്രസ്ത പരാധാവത്സവേ വധൂ യാവദന്തം ദിവോ ഭൂമേ കാഷ്ഠാനാം ഉദഗാദുദക്. അജാനന്ദ പ്രതിവിധിം തൂഷ്ണീമാഫൻ സുരേശ്വരാ തതോ വൈകുണ്ഠമഗവൻ അസുരം തമസപരം. പ്രതിവിധിം അജാനന്ദ, പ്രതിവിധി അറിയാത്തവരായ സുരേശ്വരാഹ ഇന്ദ്രാദികളായ ദേവന്മാർ തൂഷ്ണീമാഫൻ മിണ്ടാതെ തലകുനിച്ച് താഴേക്ക് നോക്കിയിരുന്നു. എന്തായിരുന്നു പ്രതിവിധി? പരമേശ്വരൻ ഇങ്ങനെ നിൽക്കുന്നതോറും ഓടി കടന്ന് രക്ഷപ്പെടും. ഇനി എന്തായിരുന്നു വഴി? മൃഗാസുരൻ പുറകെ എവിടെ? ഞങ്ങൾ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. അഷ്ടദിക്പാലന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും യമൻ ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരായിട്ട് തൂഷ്ണീമാസം മിണ്ടാതിരുന്നു. തതോ അനന്തരം ഭൂലോകം കടന്ന് അപ്പുറത്ത് കടന്ന് വൈകുണ്ഠമഗമൻ, മഹാദേവൻ വൈകുണ്ഠത്തിലേക്ക് എത്തി. ഭാസ്വരം നന്നായിട്ട് തിളങ്ങുന്ന തമസപരം, അന്ധകാരത്തിന്റെ മറവില്ലാത്ത പ്രകാശം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വൈകുണ്ഠത്തിലേക്ക് പരമശിവൻ ഓടി കയറുന്നു. ഈ ലോകത്തിന്റെ അപ്പുറത്താണ്, ഭൂലോകത്തിന്റെയൊക്കെ അപ്പുറത്താണ്, 14 ലോകങ്ങളിലെയും അപ്പുറത്താണ്. ആ വൈകുണ്ഠ ലോകത്തിലേക്ക് ഓടിയെത്തി. അവിടെ ആർക്കും എത്തിയാൽ ശാശ്വതമായ ശാന്തി കിട്ടും, സമാധാനം കിട്ടും. പക്ഷെ അവിടെ എത്തിയാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരവസ്ഥയാണ് വൈകുണ്ഠത്തിന്റെ മഹത്വം. അജാനന്ദ പ്രതിവിധിം ദൂഷ്ണീമാഫൻ സുരേശ്വരാം തതോ വൈകുണ്ഠമഗവൻ അസുരം തമസപരം. അജാനന്ദ പ്രതിവിധിം ദൂഷ്ണീമാഫൻ സുരേശ്വരാം തതോ വൈകുണ്ഠമഗവൻ അസുരം തമസപരം. അങ്ങനെ ആ വൈകുണ്ഠ ലോകത്തിൽ പരമശിവൻ കുറച്ചു നാൾ താമസിക്കട്ടെ, ഒരാഴ്ച. നമുക്ക് പിന്നെ തിരിച്ചു വരാം. നമ്മുടെ സമയം ആയിരിക്കാം. ഞങ്ങൾ വൈകുണ്ഠത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. വൈകുണ്ഠത്തിന്റെ മാഹാത്മ്യം പറഞ്ഞിട്ട് എങ്ങനെയാണ് വിഷ്ണു അദ്ദേഹത്തെ രക്ഷിക്കുന്നത്. ഈ കഥ നമുക്കറിയാവുന്ന കഥയാണ്. എങ്കിൽ പോലും ഭാഗവതത്തിന്റെ മറ്റൊരു നമുക്കൊന്ന് സഞ്ചരിച്ചു പോയാൽ മാത്രം മതി എന്ന് മാത്രമേ ഉള്ളൂ. സംശയം വരെ ഉണ്ടെങ്കിൽ പരിഹരിച്ചിട്ട് പ്രസംഗിക്കാം, അല്ലെങ്കിൽ മഠത്തിന് തീർത്ഥയാത്ര ഇല്ലേ സാറേ? ഏതാ മഠത്തിന് തീർത്ഥയാത്ര ഇല്ലെന്ന്? ഉണ്ടല്ലോ. ഇന്നിപ്പം നാളെ ഉണ്ടെന്നാലിടും. എങ്ങോട്ടാണ്? തിരുപ്പതി. വരുന്നോ? എന്താ സാറേ? തിരുപ്പതി തിരുപ്പതി തിരുപ്പതി. അത് എന്നാ? ഏപ്രിൽ ഒടുവിലും മെയ് ആദ്യമായിട്ട് വരും. അയ്യോ, ആ ഞാൻ വിഷുവിന് വരും. എന്നിട്ട് തിരിച്ചു പോരും. 23-24-23 തിരിച്ചു പോകുമല്ലോ. അല്ല, 20 തിരിച്ചു പോരും. 31-2-3 ആയിരിക്കും. അത് ഇന്നലെ നോക്കിയായിട്ട് ഫൈനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. 2 ദിവസം നേരത്തെ ടിക്കറ്റ് ഒക്കെ എടുക്കണ്ടേ? വേണം ബുക്ക് ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ബസ്സിന് 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഇത്രയും എല്ലാം ഇങ്ങനെ അങ്ങ് പോട്ടെ. അത് ശരി, ഒഴിവാക്കാണ് അല്ലേ പ്രാവശ്യം കൂടി എല്ലാം. നോക്കാൻ പറ്റുമെന്ന് അല്ല, ഇവിടുന്ന് വരണ്ടേ, ഇവിടുന്ന് എത്തണ്ടേ? അതല്ലേ അല്ല, പറ്റിയില്ല. അതാണ് ഭയങ്കര പാടാ. ഞാൻ ഏപ്രിൽ വിഷുവിന് അതിന് ടിക്കറ്റ് എടുത്തു. വിഷുവിന് അങ്ങോട്ട് വരാൻ ടിക്കറ്റ് എടുത്തു. പിന്നെ ഉടനെ തന്നെ പിന്നെ ജൂലൈയിൽ അങ്ങ് തിരിച്ചു വരുവാണല്ലോ. അത് ശരിയാ. മെയ് ജൂൺ ജൂലൈ 3 മാസമേ ഉള്ളൂ. അതാ പറഞ്ഞത്. ഇപ്രാവശ്യം അതാ പറഞ്ഞ എല്ലാം ഇങ്ങനെ അങ്ങ് പോട്ടെ. അടുത്ത വർഷം പറ്റിയപ്പോ അജ്ഞാതവാസമായിരിക്കും അല്ലേ? അതെ അതെ അതെ. ശരി.
ആർക്കേലുണ്ടോ സംശയങ്ങൾ? എങ്കിൽ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.